ലോജിക് ലോഞ്ചിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളോടൊപ്പമുള്ളത് ലോജിക്കിന്റെ ഡയറക്ടറായ സന്തോഷ് സാറാണ്. ലോജിക് CMA യൂസയിലൂടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി സാറിനോട് ചോദിച്ചറിയാം. ലോജിക് CMA യൂസയിലൂടെ കുട്ടികൾക്ക് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാം മറ്റ് സ്ഥാപനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യസ്തമാണ്. അതെന്തൊക്കെയാണ്? സ്റ്റുഡൻസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഇതിലൂടെ കിട്ടുന്നുണ്ട്? ലോജിക്കില് CMA യൂസ് പഠിക്കുന്ന സ്റ്റുഡൻസിന് 3 ലെവൽ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് അക്കാഡമിക് സപ്പോർട്ടാണ്, അതായത് ഏറ്റവും നല്ല റിസൾട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. 2, അവരുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള നെക്സ്റ്റ് ലെവൽ മാനേജർ പ്രോഗ്രാംസ്. 3, അവരിത് ക്വാളിഫൈ ചെയ്ത് ഈ സ്കില്ല് ബെറ്റർ ആക്കിയതിന് ശേഷം കൊടുക്കുന്ന പ്ലേസ്മെന്റ് സപ്പോർട്ട്. അങ്ങനെ 3ആയിട്ട് ഞാനതിനെ കാറ്റഗറൈസ് ചെയ്ത് പറയാം. അപ്പൊ ആദ്യമേ തന്നെ ആദ്യത്തെ കേസ് റിസൾട്ടിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓഫ് കോഴ്സ് ഏറ്റവും നല്ല ടീച്ചേഴ്സ്, ക്വാളിഫൈഡ് ടീച്ചേഴ്സ്. ഞാനൊരു അധ്യാപകനാണ്, കഴിഞ്ഞ 25 വർഷമായിട്ട് ടീച്ചിങ് പ്രൊഫഷൻ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അക്കാഡമിക്സിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും നല്ല ക്ലാസ് കൊടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ നമ്മുടെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ആവറേജിനേക്കാൾ, ഇന്ത്യൻ ആവറേജിനേക്കാൾ ഒരുപാട് കൂടുതലാണ് ലോജിക്കിന്റെ റിസൾട്ട് കഴിഞ്ഞ 18 വർഷമായിട്ട്. ലാസ്റ്റ് വിൻഡോസ് എടുത്ത് നോക്കിയാൽ 80% കൂടുതലാണ് നമ്മൾ കഴിഞ്ഞ 2 വിൻഡോസിൽ ലോജിക്കിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഓരോ വിൻഡോ കഴിയുമ്പോഴും പാസ്സായ കുട്ടികളെ അതിനകത്ത് ഡിസ്റ്റിങ്വിഷ് പെർഫോമൻസിനെ ഗ്ലോബലി ഒരു 10 പേര് IMA റെക്കഗ്നൈസ് ചെയ്യാറുണ്ട്, നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിന് ഈക്വലന്റ് ആയിട്ട്. ഇപ്പൊ കഴിഞ്ഞ വിൻഡോസിലൊക്കെ ഏറ്റവും കൂടുതൽ റാങ്ക് കൊണ്ടുവന്നിരിക്കുന്ന, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാപനം ലോജിക്ക. ഏറ്റവും ലാസ്റ്റ് ഇന്ത്യയിലേക്ക് വന്ന റാങ്കും ലോജിക് സ്റ്റുഡൻസ് വഴിയാണ്. അപ്പൊ അത്രയും നല്ലൊരു അക്കാഡമിക് സപ്പോർട്ടാണ് ലോജിക്കിൽ CMA USA സ്റ്റുഡൻസിന് കിട്ടുന്നത്. രണ്ടാമതായിട്ട് നെക്സ്റ്റ് ലെവൽ മാനേജർ പ്രോഗ്രാംസ്. ഇതിനകത്ത് കോർപ്പറേറ്റ് ഇന്റർനാഷണൽ പ്രോഗ്രാം ഉണ്ട്, ഉപായ ഉണ്ട്, ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ട്. അപ്പോ എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അതിനകത്ത് കോർപ്പറേറ്റ് ഇന്റർനാഷണൽ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തിയറിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ലേൺ ചെയ്യുന്നു. അത് അവരുടെ കോർപ്പറേറ്റ് എൻട്രി എളുപ്പമാകും. 2, ഉപായ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ്. അപ്പോൾ CMA പാസ്സായിട്ട് നാളെ ഒരു അനലിസ്റ്റ് ആയിട്ട് ജീവിതകാലം മുഴുവൻ അവിടെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. ഫ്യൂച്ചർ മാനേജേഴ്സ് ആയിട്ട് ഇവർ മാറണം. ഫ്യൂച്ചർ CFOs ആയിട്ടും CEOs ആയിട്ടും ഫൈനാൻസ് മാനേജേഴ്സ് ആയിട്ടും ഫൈനാൻസ് കൺട്രോളേഴ്സ് ആയിട്ടൊക്കെ മാറണം. അവിടെ എന്ത് വേണം? അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടാവണം. അപ്പൊ ആ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എൻഷുർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പ്രോഗ്രാമാണ് വയർ പ്രോഗ്രാം. പിന്നെ S+ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതായത് നമ്മളൊക്കെ പ്രോഗ്രാമഡ് ആണ്. അപ്പം നമ്മുടെ ലൈഫിൽ വലിയ വിജയങ്ങൾ നേടാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന പ്രോഗ്രാമാണ് ഈ പറയുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. പിന്നെ ഫൈനാൻഷ്യൽ പ്ലാനിങ്. ലൈഫിൽ അവർ നേടുന്ന സമ്പത്ത് അത് മൾട്ടിപ്ലൈ ചെയ്യാൻ, കൂടുതൽ സമ്പന്നത കൈവരിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന, കൂടുതൽ ഫൈനാൻഷ്യലി ഗ്രോ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഫൈനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാമാണ് ഈ പറയുന്ന ഫൈനാൻഷ്യൽ പ്ലാനിങ്. അപ്പൊ ഇത്തരം പ്രോഗ്രാംസിലൂടെ കടന്നു പോകുമ്പോൾ ലോജിക്കൽ ഒരു സ്റ്റുഡൻറ് നാളെ ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യും. അവൻ്റെ കരിയറിൽ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും. അവൻ്റെ ഏർണിങ്സും വളരെ കൂടുതലായിരിക്കും ലൈഫിൽ. 3ാമതായിട്ട് ഈ ക്വാളിഫൈ ചെയ്ത് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്ത കുട്ടികൾക്ക് പ്ലേസ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലേസ്മെന്റിന് വേണ്ടി നമ്മുടെ ഒരു വിങ് ഉണ്ട്. അവർ എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇന്റർവ്യൂസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ 3 സ്റ്റേജിലൂടെയാണ് ലോജിക്കൽ CMA USA പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് കടന്നു പോകുന്നത്. അതാണ് മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ലോജിക്കൽ ഒരു സ്റ്റുഡന്റ് വരുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ്.